ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ വന്നിറങ്ങാണ് അശ്വിന്റെ ചേച്ചിയും മനോരമയും ആകാശവും ഒക്കെ കൂടിയിട്ട്. എന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞ് ഇവർ അമ്പലത്തിലേക്ക് പോവാണ്. നമ്മുടെ അശ്വിനും ആകാശവും മാത്രം വണ്ടിക്കരികിൽ ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം അവരും അങ്ങോട്ട് പോയിട്ടോ. അവർ അഞ്ജലിക്കരികിലേക്കല്ല, അല്ലാതെ മാറി വേറെ എങ്ങോട്ടോ പോവുക ചെയ്തത്. എന്തായാലും നമ്മുടെ അഞ്ജലി ആരെയോ തിരയുകയാണ്. അപ്പോഴേക്കും മനോരമ ചോദിച്ചു, നീ ആരെയും നോക്കണത്? അപ്പം മോഹനും പറഞ്ഞു, അതായത് മനോരമയുടെ കെട്ടിയോൻ പറഞ്ഞു, അത് പിന്നെ അവളുടെ കെട്ടിയോനല്ല, പിന്നെ ആരാ ആരെയാ തിരയണത്? അവളുടെ കെട്ടിയോനെയാ. അപ്പോഴേക്കും മനോരമ സമാധാനിപ്പിക്കുകയാണ്. പൂജ തുടങ്ങുമ്പോഴേക്കും ആളിങ്ങെത്തും, ഇത് വല്ല തിരക്കിലായിരിക്കും, ബ്ലോക്കിലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അഞ്ജലി പറഞ്ഞു, ആൻറ്റി ഇനി എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും എത്ര ലേറ്റായി എന്ന് പറഞ്ഞാലും ചേട്ടൻ വന്നാലല്ലാതെ ഞാൻ എൻ്റെ വ്രതം അവസാനിപ്പിക്കില്ല. ഒരു കാര്യം അറിയാവോ, ആൻറ്റിക്ക് ഒരു കാര്യം അറിയാവോ? ശ്രീ മഹാദേവനെ കെട്ടാനായിട്ട് ശ്രീ പാർവതി 108 വർഷങ്ങളാണ് തപസ്സിരുന്നത്. ശരിയാ, 108 വർഷം തപസ്സിരുന്നാൽ എന്താ, യോഗ്യനായ ഒരാളെ തന്നെ പാർവതി ദേവിക്ക് വരനായിട്ട് കിട്ടിയില്ലേ? അതുപോലെയാണോ നിന്റെ കാര്യം? പിന്നെ എൻ്റെ കാര്യം തപസ്സിരിക്കാതെ കിട്ടിയ മുതല് നോ ഗുണം നോ മണം എന്നും പറഞ്ഞിട്ട് മനോരമയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇന്നത്തെ ദിവസം തന്നെ എന്നെ കുറ്റം പറയണോ? നീ ഈ പൂജ ചെയ്തതിലൊന്നും ഒരു കാര്യമില്ലാതെ വരില്ലേ? മണ്ട പോയത് എങ്ങാണെങ്കിലും വെറുതെ തടവെടുത്തിട്ടേക്കാൻ നല്ലേ ഉള്ളൂ. നീ വെറുതെ ഓരോന്നിപ്പോൾ പറയാൻ നിന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോരമ ചിരിക്കുക. എന്തായാലും അഞ്ജലി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അഞ്ജലി ആശങ്കയോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. എൻ്റെ പൊന്നു വച്ചേ, അവനിങ്ങ് വരും, ഹീ വെരി കം സൂൺ എന്നൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ പറയുക. ആ സമയത്താണ് നമ്മുടെ അഞ്ജലി താലത്തിലേക്ക് നോക്കുന്നത്. ഞാൻ പൂജയ്ക്ക് വെച്ചിരുന്നിട്ട് ചരട് കാണാനില്ലല്ലോ ഇതിനകത്ത്. അപ്പോൾ ചരട് അതിനകത്ത് ഉണ്ടാവുമല്ലോ. എന്തായാലും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അഞ്ജലി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഇതെൻ്റെ താലം അല്ല. നിന്റെ താലം അല്ലേ? പിന്നെ നിന്റെ താലം എവിടെ? ഇതെൻ്റെ താലം അല്ല. ശരിയാണല്ലോ, ഇത് നമ്മുടെ വീട്ടിലെ താലം അല്ലല്ലോ. എൻ്റെ മൈ ഗോഡ്, എന്താ പറ്റിയത്? ഇതിനിടയ്ക്ക് താലാരാണ് അടിച്ചുകൊണ്ട് പോയത്? വട പിറ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോരമയുടെ വക ആശങ്കയോടുകൂടി ഇങ്ങനെ നിൽക്കുക. ഇതേ സമയമുണ്ടല്ലോ, ശ്രുതിയും പ്രീതിയും കൂടിയിട്ട് ഇറങ്ങാനായിട്ട് തയ്യാറാവാണ്. താലം എടുത്തു കഴിഞ്ഞ് വീണ്ടും താലത്തിനൊരു ഭാരം പോലെ ഇന്നലെ മുതൽ തോന്നാൻ തുടങ്ങിയതാണ്. ഈ താലത്തിന് വല്ലാത്ത ഭാരക്കൂടുതൽ പോലെ എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ നിനക്ക് തോന്നണതാ അല്ലേ ചേച്ചി? എനിക്ക് തോന്നണതല്ല. ഇത് നോക്കിയേ, ശരിയാണല്ലോ, ഇത് നമ്മുടെ താലം അല്ലല്ലോ, ഇതെന്താ? അപ്പൊ പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ടു ആന്റി വന്നിട്ട് ഏതാ എൻ്റെ കാണിക്കണേ? അല്ല, ഈ താളത്തിന് ഭാരക്കൂടുതൽ പോലെ ഇഷ്ടിക കാണും അതിനകത്ത്. അല്ല അമ്മായി, ഇതിനകത്ത് ഏതാണ്ട് ഉണ്ട്, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മായി തന്നെ മേടിച്ചു നോക്കുക. എൻ്റെ കൃഷ്ണ, ഇത് ഇവിടുത്തെ താലം അല്ല, ഇത് ആരുടെ താലമായി കൊണ്ടുവന്നേക്കുന്നത്? നിങ്ങൾ ഈ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നത് ആരുടെ താലമാ? അപ്പൊ ശ്രുതിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഇത് നമ്മുടെ താലം അല്ല. ഈശ്വര, പിന്നെ ഇത് ആരുടെ താലോ? എന്തായാലും ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി അത് അതിനകത്ത് അഞ്ജലി സാഹിറാം എന്ന് പേരെഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലിയുടെ അന്ന് ഇവർക്ക് മനസ്സിലായി. എന്തായാലും അതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പൂജിച്ച് ചരടൊക്കെ ഉണ്ട്. ഈശ്വര, അഞ്ജലി ചേച്ചി ഇത് കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും എന്ന് ശ്രുതി ഇങ്ങനെ പറയുകയാണ്. ഈ പിള്ളേരുടെ ഒരു കാര്യങ്ങൾ എന്നും പറഞ്ഞ് അമ്മായി എവിടെ പോയാലും എന്തെങ്കിലും വടക്കുണ്ടാക്കിയിട്ടേ വരുള്ളൂ. എൻ്റെ പൊന്നു, ഇനി ഇതിൻ്റെ പേരിൽ ആ പൊങ്ങച്ചക്കാരൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ആവോ? അപ്പോഴേക്കും അതുപോലെയല്ല, അയാളെപ്പോലെയല്ല അഞ്ജലി ചേച്ചി. ഒരു പക്ഷേ ഇത് മാറിപ്പോയവരെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും നിന്റെ താലം അവരുടെ കൈ കാണും. അപ്പം ഇപ്പം അഞ്ജലി ചേച്ചി അവിടെ തന്നെ കാണും, ആ അമ്പലത്തിൽ തന്നെ കാണും. നമുക്ക് ഈ താലം അവരെ ഏൽപ്പിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുക. ഇതിൻ്റെ കൃഷ്ണ, എന്തൊക്കെ മെനക്കേടാണോ ഈ പെങ്കോച്ച ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഒരു ശ്രദ്ധയില്ലാതെ ഇങ്ങനെ നടന്നോളും. ഇനി വെറുതെ അവിടെ വരെ പോകണ്ടേ? എന്തായാലും പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഈ താലം തിരിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ച് ഇവർ പോവാണ്. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ എൻ്റെ കൃഷ്ണ, ഇങ്ങനെ വകതിരിവില്ലാത്ത രണ്ടെണ്ണങ്ങളായി പോയല്ലോ, പ്രത്യേകിച്ച് ശ്രുതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൻറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി അമ്പലത്തിൽ വെച്ച് ഫോൺ ചെയ്യുകയാണ്. അഞ്ജലിയെ വിളിച്ചത് അഞ്ജലിയുടെ ഭർത്താവാണ് കേട്ടോ. ചേട്ടൻ എത്തിയോ? ഞങ്ങൾ അമ്പലത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ശരി, ഇപ്പം ഇറങ്ങുന്നേ ഉള്ളൂ, ഇനി എപ്പോൾ എത്താനാ? വേഗം വന്നോട്ടോ, എന്നാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. പിന്നെ ചേട്ടൻ വന്നിട്ട് ഞാൻ പൂജ ചെയ്ത് തുടങ്ങുള്ളൂ, വ്രതം മുറിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ശ്രുതിയും പ്രീതിയും കൂടെ ഇങ്ങനെ വഴി കൂടെ നടന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ്. എന്തൊക്കെ അബദ്ധങ്ങളാണോ ഞാൻ ചെയ്തു കൂട്ടുന്നത്? അപ്പോൾ പ്രീതി പറഞ്ഞു, ഇതിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മാറിപ്പോയതായിരിക്കും. അല്ലേലേ അഞ്ജലിമയുടെ എപ്പോഴും വ്രതത്തിലൊക്കെയാ, ഒന്നെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കടലമിഠായിക്ക് വേണ്ടിയിട്ട്. ലോകത്തിൽ ആർക്കും അശ്വിൻ സാഹിറാമിനെ പോലെ ബോറനാകാൻ പറ്റില്ല.
എന്തായാലും അനി ആവണമെന്ന് എത്ര ശ്രമിച്ചാൽ പോലും നടക്കുകയില്ല. അപ്പോൾ ആ അഞ്ജലി മേഡം പഞ്ചപാവുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അഞ്ജലി മേഡത്തിന്റെ ഹസ്ബൻഡ് അശ്വിൻ സാഹിറാമിനെ പോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് നമ്മുടെ ശ്രുതി തന്നെ ഇങ്ങനെ പറയാണ്. എന്തായാലും അതിലെ ഒരു ഓട്ടോ വന്ന് ഓട്ടോയ്ക്ക് കൈ നീട്ടി, എന്നിട്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞു. അപ്പം ദേ ഓട്ടോയുടെ അപ്പുറത്തുനിന്ന് ഒരാൾ കൈ നീട്ടിയിട്ട് വേറൊരു സ്ഥലം പറഞ്ഞു. അപ്പോഴാണ് ഈ ശ്രുതിയൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ശ്യാം. ശ്യാം സാറോ? ആ നിങ്ങളിതെവിടെ പോവാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്യാം ഇവർക്ക് അരികിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്, അമ്പലത്തിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കാര്യം പറയാം. താലം മാറിപ്പോയി, ഇത് അഞ്ജലി ചേച്ചിയുടെ താലമാണ്, ആ ചേച്ചി വിഷമിക്കുന്നുണ്ടാവും, ഭർത്താവിന് വേണ്ടിയിട്ട് ഉള്ള ചരട് ഇതിനകത്തുണ്ട്, അത് കൊണ്ടു കൊടുക്കാൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്ക് ശ്യാം പറഞ്ഞു, എന്നാൽ പോയിട്ട് വാ, ശരി, എനിക്കൊരിടം വരെ പോകണം, ഒരു ക്ലയന്റിനെ കാണാനുണ്ട്, അതിന് പോകാൻ വേണ്ടി തുടങ്ങായിരുന്നു. അപ്പം എന്നാൽ സാറി ഓട്ടോയിൽ പോക്കോ, ഞങ്ങൾ വേറെ ഓട്ടോ പിടിച്ചോളാം. അതൊന്നും വേണ്ട, നിങ്ങൾ ഈ ഓട്ടോയിൽ പോക്കോളാൻ പറഞ്ഞ് ഇവരെ അങ്ങോട്ട് കയറ്റി വിടാണ് ശ്യാം. എന്നിട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് ശ്യാം ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഇതേ സമയം അമ്പലത്തിൽ മോഹനേട്ടനാണെങ്കിൽ പറഞ്ഞു, എന്തായാലും നമ്മുടെ മോഹനേട്ടൻ, അതായത് നമ്മുടെ മനോരമയുടെ ഭർത്താവ്, പൂജയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്, അഞ്ജലിയുടെ ഹസ്ബൻഡിനെയൊക്കെ കാത്ത് അവർ വരുന്നത് കാത്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് മനോരമയും അഞ്ജലിയും കൂടി. ആ സമയത്ത് അശ്വിനും ആകാശം അങ്ങോട്ടേക്ക് വരാം. എന്തു പറ്റി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, ബാഡ് ന്യൂസ്, അഞ്ജലീസ് ഫ്ലവർ പോട്ട് ഈസ് സ്റ്റോൺ എന്നാണ് നമ്മുടെ മനോരമ പറയുന്നത്. സ്റ്റോൺ എന്നും കണ്ടാണ് ഉദ്ദേശിച്ചത്. എന്തായാലും മോഷ്ടിക്കപ്പെട്ടു എന്നാട്ടോ ഉദ്ദേശിച്ചത് പുള്ളിക്കാരി. അശ്വിൻ ചോദിച്ചു, എന്തോന്ന്? അഞ്ജലിയുടെ താല ആരാണ്ട് മോഷ്ടിച്ചു എന്ന്. ഇത് വേറെ ആരാണ്ടോ താലമെന്ന്. അതറിഞ്ഞതുപോലെ ആകെ ആബ്സെന്റ് ആയി നിൽക്കുക അഞ്ജലി മോള്. ഷീ ഈസ് വെരി ക്രൈം, ദാ ഇപ്പൊ കരയുന്ന മട്ടിലാ നിൽക്കണേന്ന്. അപ്പൊ അശ്വിൻ പറഞ്ഞു, അതിനാണോ ഇത്ര സങ്കടപ്പെടുന്നത്? ഒരു താലം മേടിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാനിത് വർഷങ്ങളായിട്ട് പൂജ ചെയ്യുന്ന താലാണ്, മാത്രമല്ല ചേട്ടന് വേണ്ടി കെട്ടാനുള്ള ചരടും അതിനകത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, ചരടൊക്കെ നമുക്ക് ഇനിയാണേലും റെഡിയാക്കാം, താലം വേറെ മേടിക്കാം. എന്തിനാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്തിനാ ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ച് വെറുതെ വയ്യായിക വരുത്തി വെക്കുന്നത്? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ലാവണ്യ അങ്ങോട്ടേക്ക് വരുന്നത്. ലാവണ്യ സാരിയൊക്കെ ഉടുത്ത് ഭയങ്കര സ്റ്റൈലിലാ വരുന്നത്. ഉയ്യോ, സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ എന്നും പറഞ്ഞിട്ട് മനോരമയുടെ വക കമന്റ്. അങ്ങനെ നമ്മുടെ അവളെ അരികിലേക്ക് വന്ന് ലാവണ്യ അരികിലേക്ക് വന്നിട്ട് ഹായ് എന്നും പറഞ്ഞിട്ട് ഇവരോട് എല്ലാവരുടെ ഹായ് പറയുകയാണ്. എന്നിട്ട് അഞ്ജലിയോട് ഞാൻ വന്നു എന്നിങ്ങനെ പറയാം കേട്ടോ. വാട്ട് ഈസ് ലുക്ക്, യു ആർ വെരി ബ്യൂട്ടിഫുൾ ഇൻ ദൈ സാരി എന്നൊക്കെ മനോരമ പറഞ്ഞു. ഹായ് അഞ്ജലി ചേച്ചി. ഹായ് സാർ, ഞാനിന്ന് സുന്ദരിയായിട്ടില്ലേ? സാർ ഒന്നും മിണ്ടുന്നില്ല, മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ലാവണ്യോട് പറഞ്ഞു, നീ പോയി പൂജിക്കാനുള്ള താലത്തിന് വേണ്ടി ഏർപ്പാട് ചെയ്യുന്ന അഞ്ജലി ഇങ്ങനെ പറയാണ്. എന്നാൽ ശരി ചേച്ചി എന്ന് പറഞ്ഞ് ലാവണ്യ അങ്ങോട്ട് പോയപ്പോൾ ഞാനും താലത്തിന്റെ കാര്യം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അശ്വിനും അങ്ങ് പോകും. അവരുടെ പോക്ക് കണ്ടിട്ട് അവള് പോയ പറയുകയാണല്ലോ എന്ന് ഓർത്തോണ്ടാണ് മനോരമ ഇങ്ങനെ നിൽക്കുന്നത്. ഇതേ സമയം നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി ഓട്ടോയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും അഞ്ജലി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അവര് അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ട് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി. മറ്റാരുമല്ല, ദേ അവിടെ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അശ്വിൻ സാഹിറ. ഈ ഒന്നാമത് രാവിലെ പോലെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിൻ്റെ കൂടെ ഈ മനുഷ്യനെ കൂടി കണ്ടതോടുകൂടെ നമ്മുടെ ശ്രുതിയുടെ കിളി പോയ മട്ടാട്ടോ. ശ്രുതി അദ്ദേഹത്തെ ഒന്ന് നോക്കി, ശ്രുതി അയാളെ ഒന്ന് നോക്കി, അയാളും തിരിച്ചൊന്ന് നോക്കിയിട്ടോ. ശ്രുതിയുടെ നടപ്പ് പിന്നെ പതുക്കിയായി. അപ്പോൾ പ്രീതി ചോദിച്ചാൽ, എന്താ ശ്രുതി, എനിക്ക് എന്തോ ഒരു വയ്യായിക പോലെ ചേച്ചി, എന്നാൽ നീ ഒരു കാര്യം ചെയ്യുന്ന ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക, ഞാൻ പോയി അഞ്ജലി മേഡത്തിന് താലം കൊണ്ട് കൊടുത്തിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രീതി അങ്ങ് പോവാണ്. ശ്രുതി അവിടെ നിൽക്കുക. ശ്രുതി തിരിഞ്ഞു നോക്കും തോറും നമ്മുടെ ശ്രുതിക്ക് പേടിയാവാൻ തുടങ്ങി. ശ്രുതി എന്തായാലും പതുക്കെ നടക്കാൻ തുടങ്ങി. ശ്രുതി പതുക്കെ ആടി നടക്കണം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വിൻ എന്തോ ഒരു പന്തികേട് തോന്നി. അശ്വിൻ ഓടി വന്ന് ശ്രുതിക്കരിയിലേക്ക് അവൾ വീഴുന്നതിന് മുമ്പ് അവളെ പിടിക്കുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം പൊക്കി അങ്ങെടുത്തു. അങ്ങനെ ശ്രുതിയെ കയ്യാൽ പൊക്കിയെടുത്തുകൊണ്ട് അശ്വിൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രീതി ഇതേ സമയം അഞ്ജലിക്ക് അരികിലേക്ക് ചെന്നു. അഞ്ജലി മേഡത്തിന്റെ താലം ശ്രുതിയുടെ കൈ പെട്ടുപോയായിരുന്നു. അപ്പോൾ അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ പ്രീതിയെ കണ്ട ആകാശം ഒന്ന് പുഞ്ചിരിച്ചോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചി ആകെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു, താങ്ക്സ് എന്ന് ആകാശ് പറഞ്ഞു. അങ്ങനെ താലം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ ഇതെങ്ങനെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതെങ്ങനെയോ ശ്രുതിയുടെ കയ്യിലകപ്പെട്ട് പോയതാണ്, ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. എന്തായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് താലം മാറിപ്പോയത് അറിഞ്ഞത്. എന്തായാലും താലത്തിൽ പേരെഴുതിയത് കൊണ്ട് അത് അഞ്ജലി മേഡത്തിന്റെ ആണെന്ന് അറിഞ്ഞു. പിന്നെ അത് എടുത്തതായിരിക്കും, അതിനകത്ത് എന്തേലും ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് വിലപിടിപ്പുള്ളതെന്ന് വിചാരിച്ച് എന്ന് മനോരമ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അത്തരക്കാരല്ല എന്ന് നമ്മുടെ പ്രീതിയും പറയുകയാണ്. ഞങ്ങൾ ഒരിക്കലും മനപ്പുറം എടുത്ത് മാറ്റില്ല, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അപ്പം അഞ്ജലി പറഞ്ഞു, ആൻറ്റി ഒരു തമാശ പറഞ്ഞാട്ടോ, ഒന്നും തോന്നരുത്. ശ്രുതി എവിടെ? ശ്രുതി പുറത്തുണ്ട്, അവൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പം നിങ്ങൾ വ്രതം മുറിക്കാൻ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടെയല്ല, വേറൊരു ക്ഷേത്രത്തിലാണ് വ്രതം മുറിക്കാനായിട്ട് നിൽക്കുന്നത്.
ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഇത് കണ്ടത്, അതുകൊണ്ട് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴേക്ക് എന്തായാലും ഇവിടെ വന്നതല്ലേ, ഇവിടെ നിന്ന് വ്രതം മുറിക്കാം, നമുക്ക് ഒരുമിച്ച് മുറിക്കാൻ ശ്രുതിയും കൂടെ വിളിക്കാൻ പറഞ്ഞു. ഇതേ സമയം ശ്രുതിയെ കൈകളിൽ പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ദൂരം നടന്നോന്നറിയാവോ നമ്മുടെ അശ്വിൻ. എന്തായാലും ശ്രുതിയെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രീതി അങ്ങോട്ട് പോവാണ്. പ്രീതി എന്നിട്ട് പോയിട്ട് എന്തായാലും വന്നാലേ തൊഴുതേക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് തൊഴാൻ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ആകാശ് ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും അശ്വിനെയുമാണ്. അശ്വിനാണെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് ശ്രുതിക്ക്. ശ്രുതിയാണെങ്കിൽ ഇനിയും എന്ന് പറഞ്ഞിട്ട് അത് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം തരുന്നത് ആരാണെന്നോ ഒന്നും ഫ്രണ്ട് നിൽക്കുന്നത് ആരാണെന്നോ ഒന്നും നമ്മുടെ ശ്രുതി ശ്രദ്ധിക്കുന്നില്ല. ഇത്രയും നേരം ഒന്നും കഴിക്കാതിരുന്നതിൻ്റെ കുടിക്കാതിരുന്നതിൻ്റെ ക്ഷീണത്തിൽ ആവേശത്തോടു കൂടി വെള്ളമൊക്കെ കുടിച്ചൊന്ന് നേരെ നിൽക്കാറായി കഴിഞ്ഞപ്പോഴാണ് ശ്രുതി നോക്കിയത്. ഈശ്വര, നിങ്ങളോ എന്ന് ചോദിച്ചുകൊണ്ട്, നിങ്ങൾ എന്ത് പണിയാ കാണിച്ച? എൻ്റെ വ്രതം മുറിച്ചില്ലേ നിങ്ങൾ? ഞാൻ വ്രതം എടുത്തതിന് വല്ല ഗുണവും ഉണ്ടായോ? നിങ്ങൾ എന്തിനെനിക്ക് വെള്ളം കുടിക്കാൻ തന്നത്? ഞാൻ വ്രതത്തിലല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, നീ വ്രതത്തിലായിരുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, സോറി ഈശ്വര എന്നോട് ക്ഷമിക്കണേ, അറിയാതെ ചെയ്തു പോയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാണ് അവിടെ വെച്ച് തന്നെ. എന്നോട് ക്ഷമിക്കണേ ഈശ്വര എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇവന്റെ നേർക്ക് തിരിയാണ്. ഇവന്റെ നേർക്ക് തിരിഞ്ഞിട്ട് വീണ്ടും രണ്ട് നോട്ടമൊക്കെ നോക്കിയിട്ട് അങ്ങ് പോകാനായിട്ട് തുടങ്ങിയതാണ്. വീണ്ടും അവൾക്ക് അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു തലകറക്കം പോലെ. എന്തായാലും മനഃപൂർവ്വം തല കറങ്ങുന്നതെന്നൊന്നും സംശയമുണ്ട്. അപ്പോഴും ഇവന്റെ മുമ്പ് വരുമ്പോൾ മാത്രം തന്നെ തല കറങ്ങാനല്ലേ. എന്തായാലും തല കറങ്ങി പുള്ളിക്കാരി എന്ത് ചെയ്തു, അങ്ങോട്ട് വീഴാൻ പോയി. ഇവൻ കയറി പിടിച്ചു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അവളുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അതൊക്കെ അവൾ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും കാണുന്നത് ഇവന്റെ മുഖം. കുറച്ച് നേരം രണ്ടുപേരും അങ്ങനെ നോക്കി നിന്നു. പിന്നെ അങ്ങോട്ട് വിട്ടകലാണ്. അതിനുശേഷം നമ്മുടെ ഇവിടെ പതുക്കെ നടന്നങ്ങോട്ട് പോവുകയാണ് അവനരികിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സി ഓക്കെ, താങ്ക് യു.